ലാസ്റ്റ് കാറ്റഗറി അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോവ മിൽക്ക് ഷേക്ക്. ഗോവ എന്ന് പറഞ്ഞാൽ പേരക്കയുടെ ജ്യൂസാണ്. അല്ലെങ്കിൽ ഫ്രഷ് പേരക്ക ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു ഫുൾ പേരക്ക വലുത് കഷ്ണങ്ങളാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ധാരാളം ടെട്രാ പാക്കിൽ കിട്ടുന്നുണ്ട് പലതരം ജ്യൂസ്. അതിൽ പേരക്ക ജ്യൂസ് തന്നെ വാങ്ങിക്കുക. അത് പിന്നെ പപ്പയ, പഴുത്ത പപ്പയ, പിന്നെ ഇതിലൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ. അപ്പോൾ റോബസ്റ്റ പഴം വലിയ ചിലവുള്ള കാര്യമല്ലല്ലോ. പിന്നെ സ്ട്രോബെറി ഐസ്ക്രീം, അപ്പോൾ ഒരു സ്ട്രോബെറി ഫ്ലേവർ വരും. പിന്നെ ക്രഷ് ഈ ഐസ് പാലാണ്. ഐസ് പാലെന്ന് പറയുമ്പോൾ പാക്കറ്റ് പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് ഐസ് പോലെ ആക്കുന്നു, ഐസ് മിൽക്ക്. എന്നിട്ട് അത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത്. ഇത്രയും കഴിയും. പിന്നെ മധുരം, ഇത് നാച്ചുറൽ മധുരം മതി എന്നുണ്ടെങ്കിൽ വേറെ പഞ്ചസാരയൊന്നും ചേർക്കണം എന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ആദ്യം നമ്മൾ ഐസ് പാൽ, ഇതെന്താണ് ഐസ് മിൽക്കാണ്. വെറുതെ ഐസ് കത്ത് ഇടുന്നതിനെക്കാട്ടും നല്ലതല്ലേ പാലിങ്ങനെ ഐസാക്കി വെച്ചാൽ. അതിനോടൊപ്പം പപ്പായ, നല്ല പഴുത്ത പപ്പായ 1 കപ്പോളം ആകാം. പിന്നെന്താ റോബസ്റ്റ പഴം നന്നായി പഴുത്തത് 1. പിന്നെ വേണ്ടത് ഐസ്ക്രീം, സ്ട്രോബെറി ഫ്ലേവേർഡ്. വാനില ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എങ്കിലും സ്ട്രോബെറി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുന്നു. പിന്നെ പേരക്ക ജ്യൂസ്, അതൊരു 2 കപ്പ് നല്ല തിക്ക് കുറുകുറാന്നുള്ള പേരക്കയുടെ ജ്യൂസ്. ഈ പേരക്ക ജ്യൂസായിട്ടല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ പേരക്ക കഷ്ണങ്ങളാക്കി ഇടുക, തൊലി മാറ്റിയിട്ട് നല്ല പഴുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ബ്യൂട്ടിഫുൾ നല്ല ഒരു തിക്ക് നല്ല കുറുകിയ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി കഴിയുന്നത്. ഇതിൽ കൂടുതൽ വരാൻ പോണ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു പേരക്കയുടെ സ്വാദ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മളത് ഗോവ മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞത്. പക്ഷെ അതിനോടൊപ്പം അത് പ്ലെയിൻ ആയിട്ട്, അപ്പം പേരക്ക മാത്രം വെച്ചും ചെയ്യാം. പേരക്ക, ഐസ് പാല്, പിന്നെന്താ കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീം അല്ലെങ്കിൽ വാനില ഐസ്ക്രീം, അത് മാത്രം ചെയ്യാം. അതിനോടൊപ്പം റോബസ്റ്റ പഴവും മാത്രം ചേർത്തും ചെയ്യാം. പപ്പായ ഉണ്ടെങ്കിൽ പപ്പായയും കൂടി ചേർത്തും ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും കോമ്പിനേഷൻസിലും ചെയ്യാം. എങ്കിലും ഗോവ മിൽക്ക് ഷേക്കിൽ പേരക്ക മാത്രം, പേരക്ക ജ്യൂസും പാലിങ്ങനെ ഐസാക്കിയ പാലും ഐസ്ക്രീമും മാത്രം മതി. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മളുടെ രണ്ടാമത്തെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതൊരു ലൈറ്റ് ബേബി പിങ്ക് കളറിലെ മിൽക്ക് ഷേക്ക് ആയി കഴിഞ്ഞു. ഇത് ഗോവ മിൽക്ക് ഷേക്ക്, പേരക്ക മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഇതിൻ്റെ സ്വാദ് ശരിക്കും പേരക്കയുടെ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ അതിനോടൊപ്പം പഴവും പപ്പായയും കൂടി ചേർത്തുകൊണ്ട് കുറച്ചൊരു ആ ടേസ്റ്റ് കൂടി കയറി വരും. എങ്കിലും നിങ്ങൾക്ക് പ്യുവർ പേരക്ക ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമാണ് ഇഷ്ടമെങ്കിൽ ആ പേരക്ക ജ്യൂസും അല്ലെങ്കിൽ ഫ്രഷ് പേരക്ക, ഐസ് പാല്, പിന്നെന്താ ഐസ്ക്രീം, അത് മാത്രം മതി. പിന്നെ അങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഒരു മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പീച്ച് കളറായിരുന്നു, പിങ്ക് ആൻഡ് ഓറഞ്ച് മിക്സ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നും ഏകദേശം ഒരു 6-7 പേർക്ക് കൊടുക്കാനുള്ള മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ വ്യത്യസ്തമായ മിൽക്ക് ഷേക്സും വ്യത്യസ്തമായ മോക്ടെയിൽസും ഒക്കെ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ചൂടുകാലത്ത് ഇത്തരം പാനീയങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കുട്ടികൾക്കും വീട്ടമ്മയ്ക്കും വരുന്ന അതിഥികൾക്കും വീട്ടിലെ ഗൃഹനാഥനും ഒക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ചൂടെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്നതിനിടയ്ക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഇത്തരം ചെറിയ കാഴ്ചകൾ. ഒരു പക്ഷേ മിൽക്ക് ഷേക്കെല്ലാം നമ്മൾ കടകളിൽ പോയി വാങ്ങാൻ ഒരു പക്ഷേ പറ്റില്ല. പോയാൽ തന്നെ നമുക്ക് ഓരോ ഗ്ലാസ്സിന് ഇത്ര രൂപ എന്നൊരു കണക്കുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എന്തായാലും വീട്ടിൽ വാങ്ങി വെച്ചാൽ ഇത്രയൊക്കെ ഉണ്ടാക്കാൻ ഒരു ഹോൾ ഫ്രൂട്ടൊന്നും വേണ്ട. പൈനാപ്പിളിൻ്റെ കുറച്ച് മതി, വാട്ടർമെലൻ്റെ കുറച്ച് മതി, തണ്ണിമത്തൻ്റെ, പപ്പയുടെ കുറച്ച് മതി. അപ്പോൾ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ദിവസം അല്ല ഇത് കഴിച്ചു തീർക്കുന്നത്, ഒരു 4-5 ദിവസം കൊണ്ട് മാത്രമേ അത് തീരുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യത്തെ പർച്ചേസ് ഒരു 100 രൂപയ്ക്കോ അല്ലെങ്കിൽ 150 രൂപയ്ക്കോ നമ്മൾ സാധനങ്ങൾ വാങ്ങി വെച്ചാൽ ഒരു 3-4 ദിവസം പലതരം സോഫ്റ്റ് ഡ്രിങ്കും പലതരം മിൽക്ക് ഷേക്സും മോക്ടെയിൽസും ഒക്കെ ഉണ്ടാക്കി വ്യത്യസ്തമായ രീതിയിൽ കുടിക്കാൻ സാധിക്കും. നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്, നല്ല വൃത്തിയോടുകൂടി നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വ്യത്യസ്തമായ പലതരം മോക്ടെയിൽസും മിൽക്ക് ഷേക്സും എല്ലാമായിട്ട് വളരെ ലളിതമായ രീതിയിൽ നമ്മളുടെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കൗണ്ടോടെ കാണാം.